ബീഹാറിൽ ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത് ബീഹാറിൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളതുണ്ട്. മറ്റൊന്ന്, എന്തൊക്കെയാണ് ഗുരുതരമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഹൈഡ്രജൻ ബോംബെന്ന് പറഞ്ഞിരുന്നു, അത് ഹരിയാനയിൽ മാത്രം നിൽക്കുന്നതാണോ? എത്ര ഗുരുതരമായ കണ്ടെത്തലുകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഹരിയാനയിൽ? നോക്കൂ, ഇതിനകത്ത് ധന്യ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണം ശ്രദ്ധേയമാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും നേരത്തെ പരാതി നൽകാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇപ്പോൾ പരാതി പറയുന്നു എന്ന് ചോദിക്കുകയാണ് കമ്മീഷൻ. സത്യത്തിൽ ധന്യ, ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ഏതെങ്കിലും ഒരു പരാതി പറച്ചിലല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്ന സുതാര്യവും നീതിയുക്തവുമായിരിക്കേണ്ട സംവിധാനം എന്തുമാത്രം കുഴപ്പത്തിലാണ് കിടക്കുന്നത് എന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ, കോൺഗ്രസ് നേതാവിന്റെ, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരാതിയായിട്ട് കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ 1-2 പേരുടെ വോട്ട് വെട്ടിക്കളഞ്ഞു എന്നാണോ? അല്ല. കോൺഗ്രസിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്നാണോ? അല്ല. മറിച്ച് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആകമാനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ വോട്ട് മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ്. പല ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? അവിടെ ഗുസ്തിക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സംഗതികൾ മുഴുവൻ BJPക്ക് എതിരായിരുന്നു. അതുകൊണ്ട് എന്തായാലും BJP അതിന്റെ രാഷ്ട്രീയമായ തിക്തഫലം അനുഭവിക്കും എന്ന് എല്ലാവരും വിചാരിച്ച സ്ഥലമാണ്. അവരനുഭവിച്ചോ ഫലം വന്നപ്പോ? ഇല്ല. കർഷക സമരത്തിന്റെ പ്രധാനപ്പെട്ട ഭൂമികയായിരുന്നു ഈ ഹരിയാന. അതുകൊണ്ട് തന്നെ അതിന്റെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന കോൺഗ്രസ് ആണെന്ന് എല്ലാവരും നിരീക്ഷിച്ചു. ആ നിരീക്ഷണത്തിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. ഇതിൽ ഇന്ത്യ ടുഡേ, സീ വോട്ടർ പറയുന്നത്, ദൈനിക് ഭാസ്കർ പറയുന്നത്, ന്യൂസ് 24 പറയുന്നത്, മാട്രിക്സ് പറയുന്നത്, PMമാർക്ക് പറയുന്നത്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ കർഷക സമരം, ഈ ഗുസ്തിക്കാരുടെ സമരം, ഇതെല്ലാം കോൺഗ്രസിന് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ടോ മെജോറിറ്റി നേടുന്ന പാർട്ടിയായിട്ടോ കോൺഗ്രസ് മാറുമെന്ന്. അതുകൊണ്ടാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ 58 സീറ്റ് നേടുമെന്ന് പറഞ്ഞത്, ദൈനിക് ഭാസ്കർ 54 നേടുമെന്ന് പറഞ്ഞത്, ന്യൂസ് 24 62 പറഞ്ഞത്, മാട്രിക്സ് 62 പറഞ്ഞത്, PMമാർക്ക് 61 പറഞ്ഞത്. ഇവരെല്ലാവരും BJP വലിയ തോൽവിയെ നേരിടാൻ പോകുന്നു എന്ന് പറഞ്ഞവരാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? അവസാനം ഒരു കാര്യം കൂടി ചൂണ്ടി, പോസ്റ്റൽ ബാലറ്റിന്റെ കണക്ക് കൂടി രാഹുൽ ഗാന്ധി ഇന്ന് അവതരിപ്പിച്ച പ്രസന്റേഷനിൽ പറയുന്നുണ്ട്. അതിൽ കള്ളത്തരം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് ആക്ച്വൽ കണക്ക് വന്നു എന്ന്. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? രാഹുൽ ഗാന്ധി തന്നെ പറയുകയാണ്, എ പ്ലാൻ വാസ് ഇൻ മോഷൻ ടു കൺവേർട്ട് കോൺഗ്രസ് ലാൻഡ് സ്ലൈഡ് വിക്ടറി ഇൻ ടു എ ലോസ്. ഒരു വലിയ പണി നടക്കുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം അട്ടിമറിക്കാൻ. എന്നിട്ട് രാഹുൽ ഗാന്ധി BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ബൈറ്റ്, ഒരു സൗണ്ട് ബൈറ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ ഇലക്ഷൻ കൗണ്ടിംഗ് ഡേയുടെ 2 ദിവസം മുമ്പ് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഉത്സാഹഭരിതനായി അങ്ങേയറ്റത്തെ ആനന്ദത്തോടെ അദ്ദേഹം ഒരു കാര്യം പറയാണ്, ഞങ്ങളെ ജയിക്കൂ, അതിനുള്ള സംവിധാനമൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്, വ്യവസ്ഥ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അദ്ദേഹം ഹിന്ദി പറയുന്നത്. ആ വ്യവസ്ഥ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാവ് B ഗോപാലകൃഷ്ണന്റെ പ്രതികരണം നമ്മൾ കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു. ഞങ്ങൾ കശ്മീരിൽ നിന്നും കൊണ്ടുവന്ന ആളുകളെ ഇവിടെ താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും. അതും രാഹുൽ ഗാന്ധി ഇന്ന് പ്ലേ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഇവർ നടപ്പിലാക്കിയത്, അതിലേക്ക് കടക്കും മുൻപ് ഇവരുടെ പ്ലാനിന്റെ ബേസ് എന്തായിരുന്നു ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ചില മണ്ഡലങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് 8 മണ്ഡലങ്ങൾ, 8 ലോസ് മാർജിൻ സീറ്റ്സ് ആണ് അദ്ദേഹം കാണിക്കുന്നത്. ഇവിടെ എല്ലാം കോൺഗ്രസ് തോറ്റുപോയി. അപ്പോൾ ഉച്ചനകാലം എന്ന് പറയുന്ന സീറ്റ്, അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ദാദ്രി, അസന്ത്, ഹോദൽ, മഹേന്ദ്രഗർ, സാഫിദോൺ, പിന്നെന്താണ് ഗരൗന്ദ, റായി, ഈ മണ്ഡലങ്ങളുടെ എല്ലാം വ്യത്യാസം നോക്കുക. 32 വോട്ടിന്റെ വ്യത്യാസം, 1957 വോട്ടിന്റെ വ്യത്യാസം, 2306 വോട്ടിന്റെ വ്യത്യാസം, മാക്സിമത്തിൽ 4673 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ തോറ്റുപോയിരിക്കുന്നത്. ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 22,779 വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കുറഞ്ഞത്. പക്ഷേ 8 മണ്ഡലം ഒറ്റയടിക്ക് പോയി. 22,000 വോട്ട് കുറഞ്ഞപ്പോൾ മണ്ഡലം 8 എണ്ണം പോയി. അവിടെ നോക്കൂ, ഈ വ്യത്യാസം കാണുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 37, BJP 48 എന്നാണ് സീറ്റ് എന്നല്ല, ആകെ 11 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോയത്. ഉദാഹരിക്കാനാണ് ഈ 8 മണ്ഡലങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ 2 പാർട്ടികൾ തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 1,18,000 മാത്രമാണ്. ആ എൻ്റയർ സ്റ്റേറ്റിൽ നിന്ന് കാണുക 54.31, 55.49 ഈ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ പരിപാടികൾ, ചെറിയ പണികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് മൊത്തം റിസൾട്ടിനെ സ്വാധീനിച്ചത് എന്ന് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ടാണ് ഇതിന്റെ മർമ്മപ്രധാനമായ സംഗതിയിലേക്ക് രാഹുൽ പ്രവേശിക്കുന്നത്. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകരോട്. വാർത്താ സമ്മേളനം കാണാമെന്നവരോട് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഈ സ്ത്രീ ആരാണെന്ന്, ഈ യുവതി ആരാണെന്ന്, എവിടെ നിന്ന് വരുന്നുവെന്ന്, ഏതാണ് അവരുടെ നാടെന്ന്, അവരുടെ പേരെന്താണെന്ന്?
അവരുടെ പ്ലാൻ എന്താണെന്ന് ആർക്കും ഗസ് ചെയ്യാൻ കഴിയുന്നില്ല, ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല ഈ യുവതി ആരാണ് എന്ന കാര്യത്തിന്. അപ്പോൾ അദ്ദേഹം ഇതാ ഞെട്ടിക്കുന്ന ഒരു സംഗതി സ്ക്രീനിൽ പ്ലേ ചെയ്യുകയാണ്. അതിൽ ആ യുവതിയുടെ പടം മാത്രം വെച്ച് 22 ID കാർഡുകൾ അതുവഴി 22 സ്ഥലത്ത് വോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല, 22 സ്ഥലത്തല്ല, 22 വോട്ടുകൾ 10 ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവരുടെ പേരുകൾക്ക് വ്യത്യാസമുണ്ട്, അഡ്രസ്സിന് വ്യത്യാസമുണ്ട്, ഒപ്പം നമ്പറിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് അവരുടെ പേര് സരസ്വതി എന്നാണ്, സെയിം ഇമേജ്. അപ്പൊ നോക്ക്, ഗീത പക്ഷെ പടത്തിൽ വ്യത്യാസമില്ല, സീമ പടത്തിൽ വ്യത്യാസമില്ല, സുമൻ ദേവി, ബിംല, അഞ്ജു, മഞ്ജീത്, പിങ്കി, അങ്കൂരി, പിന്നെ ഗുനിയ, രശ്മി, സുനിത, സത്യവതി ദേവി, വിമല, സ്വീറ്റി, സരോജ്, മുനേഷ്, പൂനം, കിരൺ ദേവി, കവിത, കൽവന്തി, ദർശന. ഇത്തരം 22 പേരുകൾ കൊണ്ട് 22 വോട്ടുകൾ ചെയ്തിരിക്കുന്നു 10 ബൂത്തുകളിലായി റായ് അസംബ്ലി മണ്ഡലത്തിൽ. അപ്പൊ കെ സുരേന്ദ്രൻ ചോദിക്കുകയാണ്, ഒരാൾക്ക് എങ്ങനെയാണ് 22 ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റുക, ഒരാൾക്ക് എങ്ങനെയാണ് 100 ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റുക, തോറ്റതിന്റെ നിരാശയല്ലേ എന്ന്. അതിന് ഇവർ വന്ന് ഇവിടെ ഏതെങ്കിലും ബൂത്തിൽ വോട്ട് ചെയ്തോ? ഇവർ ഇന്ത്യയെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് ഫ്രീ പിക്ക് പടം കിട്ടുന്ന ഒരു ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പടമാണ്, ആർക്കും എടുക്കാവുന്നതാണ്. പക്ഷേ ഈ പേരിൽ ID കാർഡുകൾ ഉണ്ടാക്കി വ്യാപകമായി വിതരണം ചെയ്തിരിക്കുകയാണ്. ആ ID കാർഡുകളുമായി പോയി ആരൊക്കെയോ ഏതെല്ലാമോ ബൂത്തിൽ വോട്ട് ചെയ്യുകയാണ്. അതാണ് നടക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അത് പരിശോധിക്കാൻ ഒരു സംവിധാനമില്ല, അത് തടയാൻ ഇവിടെ സംവിധാനമില്ല. ഗുരുതരമായ കുഴപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ബ്രസീലിയൻ മോഡലിന്റെ പടം വെച്ചിട്ട് ബ്രസീലിയൻ മോഡലിന്റെ വിശദാംശമൊക്കെ അദ്ദേഹം അത് വെക്കുന്നുണ്ട്. ഒപ്പം 25 ലക്ഷം വോട്ടുകൾ എങ്ങനെയാണ് മോഷ്ടിക്കപ്പെട്ടു പോയതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൊന്ന് ഇതാണെന്ന് പറയാണ് രാഹുൽ ഗാന്ധി. ഇപ്പം ഇദ്ദേഹമാണ് ഈ പടം ഈ ഫ്രീ പിക്ക് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതാരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇവര് ഇന്ത്യക്കാരി അല്ല, ബ്രസീലിയൻ മോഡലാണ് വ്യക്തത വരുത്തുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു എങ്ങനെയാണ് വോട്ട് ചോറി നടന്നിട്ടുള്ളത്, അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടന്നത് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് അവർ ഇത്രയും നാളത്തെ പരിശോധനയിൽ കണ്ടെത്തിയത് 5,21,619 വ്യാജ വോട്ടുകൾ ഹരിയാനയിൽ പോൾ ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1,18,000 BJPയും കോൺഗ്രസും തമ്മിലുള്ള ഹരിയാനയിലെ ആകെ വോട്ട് വ്യത്യാസം 1,18,000 അതിൽ തന്നെ 8 പ്രധാനപ്പെട്ട സീറ്റുകൾ എടുത്താൽ അതിലെ മാക്സിമം മാർജിൻ 4,000 ഏറ്റവും കുറഞ്ഞ മാർജിൻ 36 അവിടെയാണ് 5,21,619 വ്യാജ വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കണക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഇൻവാലിഡ് അഡ്രസ്സുകൾ 93,174 പേർ. ഇൻവാലിഡ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഡ്രസ് ഇല്ല, വിലാസമില്ല, അതിന് വ്യക്തതയില്ല. അങ്ങനെയുള്ളത് 93,174. 1,18,000 മാത്രമാണ് കോൺഗ്രസും BJPയും തമ്മിൽ അവിടെ കൗണ്ട് ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസം. 93,174 വ്യാജ വിലാസം. ബൾക്ക് വോട്ടേഴ്സ് എത്രയാണ്? 1,19,26,351. 19,26,000 ഇതൊന്ന് കണക്ക് കൂടി നടക്കണം. 19,26,351 ആണ് കണക്ക്. ബൾക്ക് വോട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബൾക്ക് വോട്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു വീട്ടിലും ഒരു പോയിന്റിലും ഒരു അഡ്രസ്സിലുമുള്ള ആളുകളുടെ എണ്ണം പരിധിയിൽ കവിഞ്ഞു പോവുക. 10ഒക്കെയാണ് സാധാരണ. അതിനപ്പുറം കവിഞ്ഞ് 10ഉം 100ഉം 50ഉം അല്ലെങ്കിൽ 500ഉം വരെ വോട്ടുള്ള ആളുകൾ ഉണ്ടാവുക എന്നാണ്. മിസ്യൂസ് ഓഫ് ഫോം 6 എന്ന് വെച്ചാൽ അഡീഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം 6. പുതുതായി വോട്ട് ചേർക്കാൻ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫോം 6. കർണാടക നമ്മൾ കണ്ടിട്ടുണ്ട്. കർണാടകയിൽ 80 വയസ്സുള്ളവരും 90 വയസ്സുള്ളവരൊക്കെ ഫോം 6 ഉപയോഗിച്ച് വന്നത് കണ്ടു. അതായത് പുതിയ ആൾക്കാർക്ക് 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ട് ചേർക്കാനുള്ള ആപ്ലിക്കേഷനാണ് ഫോം 6. അത് കർണാടകയിൽ വയോധികരായ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, അത് പോട്ടെ, അപ്പോൾ അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ടാവാം. ഒന്നിൽ കൂടുതൽ തവണ ഫോം 6 ഉപയോഗിച്ച് വോട്ട് ചേർത്ത ആൾക്കാർ അഡ്രസ് അതിനകത്ത് കാണാൻ പറ്റും. അതിൻ്റെ അത് സെയിം മോഡസ് ഓപ്പറാൻഡി ഇവിടെയും കാണാം. മിസ്യൂസ് ഓഫ് ഫോം 6 അവിടെയുണ്ട്. മിസ്യൂസ് ഓഫ് ഫോം 7 എന്ന് പറയുന്ന സംഗതി ഡിലീഷൻ എന്ന് വെച്ചാൽ എൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ അപ്പുറത്തുള്ള ആൾക്ക് ആവശ്യപ്പെടാം. കാരണം അയാൾ നാട്ടിലില്ല, അയാൾ മരിച്ചു പോയതാണ്, അയാളുടെ വിലാസം തെറ്റാണ് എന്നീ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ അടുത്തുള്ള ആൾക്ക് ആവശ്യപ്പെടാം. പിന്നീട് നമ്മൾ രണ്ടുപേരെയും ഹിയറിങ്ങിന് വിളിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ട് ഡിലീറ്റ് ചെയ്യൂ. പക്ഷേ കർണാടകയിൽ അങ്ങനെയല്ല. ആരെങ്കിലുമൊക്കെ പുലർച്ചെ 4 മണിക്കും 3 മണിക്കും ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. നോ ഹിയറിംഗ്. ഔട്ടായി പോയവർക്കറിയില്ല. ആപ്ലിക്കേഷൻ കൊടുത്തത് പോലും അയൽവക്കക്കാരൻ്റെ പേരിലാണ്, പക്ഷേ അയാൾ പോലും അറിയുന്നില്ല സ്റ്റേറ്റിന് പുറത്തുള്ള ഏതോ നമ്പറിൽ നിന്നാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് എന്നാണ്. അത് രാഹുൽ ഗാന്ധി ഓൾറെഡി തുറന്ന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതേ സംഗതി ഇവിടെയും പോകുന്നത് കാണാം. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ പറയുന്ന
പ്രധാനപ്പെട്ട 4 മാർഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ട് മുഴുവൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നാണ്. അപ്പോൾ ഹരിയാനയിൽ ആകെയുള്ള 2 കോടി വോട്ടിൽ വോട്ട് ചോരി വഴി 25 ലക്ഷം വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു, കവർന്നെടുക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനകത്ത് കോൺഗ്രസിനുണ്ടായിട്ടുള്ള നഷ്ടം എത്രയാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 1 in 8 വോട്ട് ചോരി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 12.5% വോട്ടുകൾ, അതായത് മൊത്തം ഒരു ദിവസം 8 വോട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 8 1 വോട്ട് കള്ള വോട്ടാണ്, കള്ളത്തരമാണ്, തെറ്റായി കൗണ്ട് ചെയ്തിരിക്കുന്നതാണ്, തെറ്റായി മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ്. 12.5% വോട്ടുകൾ എന്ന് പറയുന്നത് സുതാര്യമായ വോട്ടല്ല, കണക്കിലുള്ള വോട്ടല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അടുത്ത ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. 5,21,619 ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ഹരിയാന എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതിൽ ഒരൊറ്റ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ അസംബ്ലി മണ്ഡലത്തിൽ 100 വോട്ട് ചെയ്തിരിക്കുകയാണ് ഒരാൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പടം നോക്കൂ. ഈ പടം വെച്ചിട്ട് പല പേരിൽ കാർഡടിച്ച് ആളുകൾ പോയി വോട്ട് ചെയ്യുകയാണ്. ഒറ്റ പടം, പല അഡ്രസ്സ്, പല നമ്പർ, പല പേരുകളിലാണ് ഇത് അടിച്ചിരിക്കുന്നത് എന്ന് കാണുക. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിന്മേലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല? 223 വോട്ട്സ് ഇൻ 2 ബൂത്ത്സ് വിത്ത് ദ സെയിം ഫോട്ടോ. ഈ കാണുന്നത് കാണാം, അതായത് പല പേരുകളും എടുത്തു കാണിക്കുന്നു അദ്ദേഹം. എന്നിട്ട് ഈ സെയിം ഫോട്ടോ, ഈ കാണുന്ന വയോധികയുടെ പടം വെച്ച് 223 ബൂത്തുകളിലാണ് വോട്ട് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ പേര് പലയിടത്തും പല പേരുകളാണ്. ദിസ് ഇസ് വൈ EC ഈസ് ഡിസ്ട്രോയിങ് CCTV ഫൂട്ടേജസ്. അതിൻ്റെ കാരണം ചോദിച്ചാൽ 45 ദിവസം കഴിഞ്ഞാൽ CCTV ഫൂട്ടേജസ് നശിപ്പിക്കാം എന്ന ദുരൂഹമായ, സംശയാസ്പദമായ, അസാധാരണവും വിചിത്രവുമായ ഒരു ഏർപ്പാട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കുറേ കാലങ്ങളായിട്ട് അതിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ്, ഈ കള്ളത്തരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ, തെളിവുകൾ പുറത്തു വരാതിരിക്കാനാണ് ഇങ്ങനെ 45 ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ്. അതിനെതിരെ കോടതി വരെ പോയി, പക്ഷേ ഇപ്പോൾ തീരുമാനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ തരത്തിലുള്ള കള്ളവോട്ടുകൾ, വ്യാജ നമ്പറുകളും പടങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കള്ളവോട്ടിനെ തടയാൻ സംവിധാനമില്ല, അല്ലെങ്കിൽ പരിശോധിക്കാൻ സംവിധാനമില്ല എന്ന പ്രശ്നം. അടുത്ത എന്താണ്? ഈ ഇത്രയും വോട്ടുകൾ ഫേക്ക് ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുകയാണ്. ബൂത്ത് നമ്പർ 20 വോട്ട് ചെയ്തിരിക്കുന്നതും ഒപ്പം ബൂത്ത് നമ്പർ 24 വോട്ട് ചെയ്തിരിക്കുന്നത്, 27, 106, 137, 137, 150, 26 ഒക്കെ വോട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ദ കോമൺ നെയിം ആൻഡ് ബ്ലേഡ് ഫോട്ടോസ് ആർ മെത്തേഡ് എന്ന് വെച്ചാൽ ഇതെന്തിനാണ്? ആളുകളുടെ പടം വ്യക്തമായിരിക്കണം, വിലാസം വ്യക്തമായിരിക്കണം, പേര് വ്യക്തമായിരിക്കണം, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വളരെ കർക്കശമായ നിഷ്കർഷയാണ്. എന്നിരിക്കെ ബ്ലേഡ് ഫോട്ടോയുമായിട്ട് പോയിട്ട് മങ്ങിയ ഫോട്ടോകൾ, പർപ്പസ്ഫുള്ളി മങ്ങിയ ഫോട്ടോകൾ, ഇവയുമായി പോയി ആർക്കും എവിടെയും വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെ ഹരിയാനയിലുണ്ടായി? വിശദീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ്. അപ്പോൾ ഇത് ഒരു ഉദാഹരണം അദ്ദേഹം കാണിക്കുന്നു. ഇത് സെയിം ഫോട്ടോ, ബ്ലേഡ് ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് പല പേരുകളിൽ ആളുകൾ പല സ്ഥലത്ത് വോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സെയിം ഫോട്ടോ വിത്ത് ഫേക്ക് ഫോട്ടോ. അതിന്റെ കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 100 കണക്കിന് 1000 ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. EC ഹാസ് ദ സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകൾ റിമൂവ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ട് എന്നിരിക്കെ ഇത് ചെയ്യാതിരിക്കുന്നു. വൈ EC ഈസ് നോട്ട് യൂസിങ് ഇറ്റ്? എന്തുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാത്തത്? വീണ്ടും ചൂണ്ടിക്കാണിക്കാണ്. ബൂത്ത് നമ്പർ 431, 508, 130, 131 ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ശശാങ്ക് ഗിരി എന്ന് പറഞ്ഞ ആൾ 14 വോട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? ബാദ്ഷാപൂർ മണ്ഡലത്തിൽ. ഒപ്പം രുദ്രാഭിഷേക് ജെയിൻ ആൻഡ് നമൻ ജെയിൻ 18 വോട്ടുകൾ ചെയ്തിരിക്കുന്നു ബാദ്ഷാപൂർ മണ്ഡലത്തിൽ. ഇത് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല, തടയാൻ കഴിയുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, thousands of people are voters in UP and ഹരിയാന. 2 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം വോട്ട് ചെയ്യുന്നു. അതിൽ BJPയുടെ നേതാക്കളുമുണ്ട്. കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെയും RSSന്റെയും ഒക്കെ നേതാക്കൾ വേറെ ഏതൊക്കെയോ ജില്ലയിൽ നിന്ന് വണ്ടി പിടിച്ചു വന്ന് അവിടെ വോട്ടുണ്ടാക്കി, അവിടെ വോട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മലപ്പുറത്തെ BJP നേതാവ്, ഷാജി എന്ന് പറയുന്ന RSS നേതാവ്, ഇവരൊക്കെ അവിടെ പോയി വോട്ട് ചെയ്തു. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ പോലും അങ്ങനെ വോട്ടുണ്ടാക്കി ചെയ്തു എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും BJPയുടെ വിജയം സംശയാസ്പദമെങ്കിൽ അവിടെ എല്ലായിടത്തും ഒരേ മോഡസ് ഓപ്പറാണ്ടി എന്ന് നമുക്ക് സംശയിക്കാൻ കഴിയും. ഈ കാണുന്ന നോക്കൂ, മിസ്റ്റർ ദൽചന്ദ് BJPയുടെ ഉത്തർപ്രദേശിലെ സർപഞ്ചാണ്. അദ്ദേഹം എവിടെയൊക്കെ ഉണ്ട്? അദ്ദേഹത്തിന്റെ ദൽചന്ദിന്റെ മകനും മിസ്റ്റർ പ്രഹ്ലാദ് BJPയുടെ ഉത്തർപ്രദേശിലെ സർപഞ്ചാണ്. മഥുര ഡിസ്ട്രിക്റ്റിലാണ് വോട്ട്.
എവിടെ? ഉത്തർപ്രദേശിൽ. പക്ഷെ നോക്ക്, അവർക്ക് എവിടെ വോട്ടുണ്ട്? അവർക്ക് ഹോദൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഹരിയാനയിലും അവർക്ക് വോട്ടുണ്ട്. അവർക്ക് ഒരേ സമയം ഉത്തർപ്രദേശിൽ വോട്ടുണ്ട്, ഹരിയാനയിലും വോട്ടുണ്ട് എന്ന് കാണുക. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് BJP ജയിപ്പിക്കാൻ വേണ്ടി ഹരിയാനയിൽ ഇലക്ഷൻ നടക്കണല്ലോ, അവിടെയും പോയി 2 വോട്ട് ചെയ്തേക്കാം എന്ന നാട്ടിൽ ആളുകൾക്ക് ഫ്രീ ആയി വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സിസ്റ്റം മുഴുവൻ തുറന്നു കിടക്കുകയാണ് എന്നതാണ്. എന്നിട്ട് ജ്ഞാനേഷ് കുമാറിന്റെ പണം വെച്ച് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിക്കുന്നു. ലിസൺ ടു ഗ്യാൻ ഫ്രം ജ്ഞാനേഷ്. അതായത് ഹൗസ് നമ്പർ 0 ഈസ് ഫോർ ദ ഹോംലെസ്. കർണാടകയിലെ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഹൗസ് നമ്പർ എങ്ങനെയാണ് 0 ആവുന്നത് പലർക്കും എന്ന് ചോദ്യം ചോദിച്ചു. അന്ന് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് എത്രയോ മനുഷ്യർ ഹോംലെസ് ആയ ആൾക്കാരുണ്ട്, വീടില്ലാത്തവർ ഈ നാട്ടിലുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഹൗസ് നമ്പർ 0 എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 93,174 വോട്ടേഴ്സ് വിത്ത് ഇൻവാലിഡ് അഡ്രസ്സസ് എന്ന് പറയുമ്പോൾ 0 ഹൗസ് വീടില്ലാത്തവർക്ക് വേണ്ടിയാണോ? അപ്പോൾ രാഹുൽ ഗാന്ധി വേറൊരു കണക്ക് പുറത്തുവിടുന്നു. ഹൗസ് നമ്പർ 0 ഈസ് നോട്ട് ഫോർ ദ ഹോംലെസ്. വീടില്ലാത്തവർക്ക് വേണ്ടിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം കാണിക്കുകയാണ്. ഈ വോട്ടർ ID എടുത്ത് വെച്ചിട്ട് ഇവർക്കൊക്കെ വീടുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അതിലൊരാളെ ചൂണ്ടിക്കാണിക്കുന്നു. അയാളുടെ വീടാണ് ഈ കാണുന്ന വീട്. ആ വീടിൻ്റെ പടവും നരേന്ദ്ര അദ്ദേഹത്തിൻ്റെ വീടാണ്, പക്ഷേ ഹൗസ് നമ്പർ 0 ആണ്. വീടില്ലാത്തവർക്കാണ് 0 കൊടുക്കുന്നതെങ്കിൽ നരേന്ദ്ര എങ്ങനെയാണ് 0 വീടുള്ള ആളായിട്ട് മാറുന്നത്? അദ്ദേഹം ഒരു അപ്പർ മിഡിൽ ക്ലാസ്സുകാരനും വീടുള്ള ആളും BJPയുടെ കൊടി പൊക്കിയിട്ടുള്ള ആളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. BJPയുടെ എനിക്ക് എന്തോ ഹിന്ദുത്വ സംഘടനയുടെ കൊടി പൊക്കിയിട്ടുണ്ട്, അദ്ദേഹം 0 കാണുന്നു. എങ്ങനെയാണ് അദ്ദേഹം 0 വന്നിട്ടുള്ളത് എന്നാണ്. ഇറ്റ്സ് എ മെത്തേഡ് ടു മേക്ക് വോട്ടർ ആൻഡ് അഡ്രസ് വെരിഫിക്കേഷൻ ഡിഫിക്കൽട്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എന്ന് വെച്ചാൽ 0 ഇടുന്നത് എന്തിനാണ്? വീട്ടു നമ്പർ, ഒപ്പം ഇദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ വിലാസം, സ്ഥലം, ഇവയെല്ലാം കൂടെ മാച്ചിങ് ആണോ എന്ന് പരിശോധന നടത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണം. ആകെപ്പാടെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പരിഹരിക്കാനും പരിശോധിക്കാനും കഴിയാത്ത പ്രശ്നമായിട്ട് ഇത് മാറാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെള്ളം കുടിപ്പിക്കാനുമാണ് ഇത് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആൻഡ് ദെൻ 90 lakh ബൾക്ക് വോട്ടേഴ്സ് ഇൻ ഹരിയാന. 19 ലക്ഷം ബൾക്ക് വോട്ടേഴ്സ് ഹരിയാനയിലുണ്ട്. എന്നിട്ട് ഈ ബൾക്ക് വോട്ടേഴ്സ് ചില്ലറ കളിയല്ല, ഇത് കാണണം. BJP ലീഡർ ഉമേഷ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിൽ ഹൗസ് നമ്പർ 150 എത്ര പേരുണ്ട് നോക്കൂ. ഡെസ്റ്റിനേഷൻ BJP വൈസ് ചെയർമാൻ ജില്ലാ പരിഷത്ത് പൽവാൽ. അവിടെ ഒറ്റ അഡ്രസ്സിൽ 66 വോട്ടേഴ്സ് ഉണ്ട്. ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ, ഒരു കെട്ടിടത്തിൽ 66 വോട്ടേഴ്സ്. ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്. തൃശ്ശൂരിൽ ഫ്ലാറ്റിൽ വീട്ടുടമയ്ക്ക് അറിയാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത 8 വോട്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ അവസാനമാണ് അവരറിയുന്നത് ഈ വിലാസത്തിൽ ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്നത് അവർക്കറിയില്ല. അതിനെക്കുറിച്ച് എല്ലാവർക്കും പരാതി ഉണ്ടായിരുന്നു, പക്ഷേ BJPക്ക് മാത്രം പരാതി ഉണ്ടായില്ല എന്ന് കാണുക. ഹൗസ് നമ്പർ 265 ഇൻ ഹോദൽ. അവിടെ 501 വോട്ടാണ് ഒരു സിംഗിൾ അഡ്രസ്സിലുള്ളത് എന്ന് കാണുക. ഇത് കാണുമ്പോൾ തന്നെ പരിശോധിക്കാൻ തോന്നുന്നതല്ല. ഹൗസ് നമ്പർ 1904 റായ് മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ട്? 108 വോട്ടാണ് ഒരൊറ്റ പോയിന്റിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നത്. നോക്കൂ, എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു EC purposely didn't verify these addresses and ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആസ് പെർ EC rules ground verification is required for houses with 10+ registered voters. 10-ൽ കൂടുതൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തി അത് വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടാൻ അവരുടെ അവകാശം കമ്മീഷനുണ്ട്, അധികാരം കമ്മീഷനുണ്ട്. പക്ഷേ അത് അവർ മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു എ മാസീവ് 3.5 lakh വോട്ടേഴ്സ് വെർ ഡിലീറ്റഡ് ബിഫോർ വിധാൻസഭ ഇലക്ഷൻസ്. 3.5 ലക്ഷത്തോളം ആളുകൾ അവരെ തെറ്റായ വഴിയിലൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചില ഉദാഹരണങ്ങൾ ഇന്നിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. വോട്ടഡ് ഇൻ ലോക്സഭ, വാനിഷ്ഡ് ഇൻ വിധാൻസഭ. ലോക്സഭയിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് തൊട്ടടുത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. എന്നിട്ട് ഇവരുടെ എല്ലാം പേരും വീഡിയോ ടെസ്റ്റിമണിയും ഇന്നിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അവർ പറയുകയാണ് ഞങ്ങളുടെ എല്ലാം കയ്യിൽ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ട്, ഞങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയതാണ്, ഞങ്ങളുടെ കയ്യിൽ വോട്ടേഴ്സ് ID ഉണ്ട്, പാസ്പോർട്ട് ഉള്ളവർ വരെയുണ്ട്, പക്ഷെ അവർക്കാർക്കും വോട്ടില്ല. അവരുടെ വോട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത്. BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ദേശങ്ങളിലെ അംശങ്ങളിലെ മനുഷ്യന്മാരെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന പരിപാടി നടക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപം ഒരു വശത്തുണ്ട്. ബീഹാറിൽ നിന്ന് കേട്ടതാണ്. ആ പ്രോസസ്സും അതിൻ്റെ കൂടെ നടന്നുണ്ട്. അപ്പോൾ ഒരു മൾട്ടിവേ പരിപാടി ഈ പറഞ്ഞ പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് BJP അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ഫലം അട്ടിമറിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. വ്യവസ്ഥ എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി തുടക്കത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള വ്യവസ്ഥയുണ്ട്, ഞങ്ങൾക്ക് ജയിക്കാനെന്ന് BJPയുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ഒരു സംവിധാനം ഉണ്ട്. അതെന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ബ്രസീലിയൻ മോഡലിൻ്റെ പേരിലുള്ളത് BJPയുടെ UP BJP ലീഡർ ഹരിയാനയിൽ വോട്ട് ചെയ്യാൻ വരുന്നു.
ബ്രസീലിയൻ മോഡൽ ഹരിയാനയിൽ വോട്ട് ചെയ്യാൻ വരുന്നു. ഡിലീറ്റഡ് വോട്ടേഴ്സ്, BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഹൗസ് നമ്പർ 0 എന്ന് പറയുന്ന ഏർപ്പാട് വെച്ചിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നു. അപ്പം ബ്ലേഡ് ഫോട്ടോസ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത് വോട്ട് ചോരിയെ സർക്കാർ ചോരി എന്നാണ് വിളിക്കുന്നത്. ഹാസ് ഡിസ്ട്രോയ്ഡ് അവർ ഡെമോക്രസി. SIR ഈസ് ദ ലേറ്റസ്റ്റ് വെപ്പൺ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് SIR ഇല്ലാത്ത തട്ടിപ്പുകളാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് വിളിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടി വരുന്നതിന് മുൻപ് തന്നെ BJP അവർക്ക് ആവശ്യമുള്ള പണികൾ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി വേഗത്തിൽ കൂടുതൽ ആളുകളെ ഒഴിവാക്കാനുള്ള പുതിയ ആയുധമായിട്ടാണ് SIR-നെ കാണുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. സർക്കാർ ചോരി എന്ന് അദ്ദേഹം വിളിക്കുന്നു. അബ് കി ബാർ ബീഹാർ, ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഫെയർ ഇലക്ഷൻ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബീഹാറിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടുകൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. അവിടുത്തെ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടുകൾ ആരുടേതൊക്കെയാണ്? ആ ആളുകളെ അദ്ദേഹം ഇന്നിപ്പോൾ വേദിയിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്നതും കണ്ടു. അവരുടെ വോട്ടുകൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്, എങ്ങനെയാണ് അവർ പോലും അറിയാതെ അത് ഒഴിവാക്കപ്പെടുന്നത്. ഇന്ത്യാസ് ജെൻസി ആൻഡ് യൂത്ത് ഹാവ് ദ പവർ ടു റിസ്റ്റോർ അവർ ഡെമോക്രസി വിത്ത് സത്യ ആൻഡ് അഹിംസ. ഇന്ത്യയിലെ യുവാക്കൾ ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുകയും ഇതിനെ തിരികെ കൊണ്ടുവരാൻ, നമ്മുടെ ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ അഹിംസയുടെയും സത്യത്തിന്റെയും മാർഗത്തിലൂടെ തയ്യാറാവണം എന്ന അഭ്യർത്ഥന മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സമീപകാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും നമ്മൾ മുഴങ്ങിക്കേട്ട അർത്ഥഗർഭമായ കേവലമായ ആരോപണങ്ങളല്ല രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് തെളിവുകളാണ്. അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുകയല്ല, ആരോപണം ഉന്നയിക്കുകയല്ല. അപ്പൊ ഈ പരാതിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തന്നുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് കമ്മീഷൻ. ഇതൊരു പരാതിയല്ല, നമ്മുടെ സംവിധാനം ഇതാ തകർന്ന് തരിപ്പണമായിരിക്കുന്നുവെന്ന്, അതിൽ വിശ്വാസ്യതയുടെ തരിമ്പും അവശേഷിക്കുന്നില്ല എന്ന്, അതിലെ എല്ലാ പ്ലെയേഴ്സിനും വിശ്വാസത്തോടെ കളിക്കാൻ പറ്റുന്നില്ല എന്ന ഗുരുതരമായൊരു പ്രശ്നമാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ഏതോ ബൂത്ത് പ്രസിഡന്റിന്റെ പരാതിയായി ചുരുക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത് എന്ന ദുരന്തം കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്നു സത്യത്തിൽ.